ഗൈസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിൻ്റെ ചാപ്റ്റർ 3 ആണ്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങാമല്ലേ? സഞ്ജിനും ക്രൂവും ആ ഒരു ഡബിൾ ഡഞ്ചിനകത്തേക്ക് കയറി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. നമ്മൾ ഒരുപാട് അകത്ത് പോയെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എത്ര സമയമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും? ഒരു 40 മിനിറ്റൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ബോസിനെ കൊന്നു കഴിഞ്ഞിട്ട് 1 മണിക്കൂറിൽ ഗേറ്റ് ക്ലോസ് ആവും. അപ്പം നമുക്കിനി വെറും 20 മിനിറ്റല്ലേ ഉള്ളൂ ബാക്കി. ജൂഹി, ഐ എം സോറി. എന്തിന്? ഞാൻ വോട്ട് ചെയ്തുകൊണ്ടല്ലേ നിനക്കിപ്പം ഇവിടെ നിർബന്ധമായിട്ടും വരേണ്ടി വന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നീ ശരിക്കും ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഓക്കെ അല്ല. നിനക്ക് പ്രാന്താണോ ജിനു? ഇപ്പം നിനക്ക് കൊണ്ട് കുത്ത് കുറച്ചും കൂടെ മുകളിലായിരുന്നുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിനകത്തൊരു തുള വീണാനെ. അത് മാത്രമല്ല, നിൻ്റെ കൈയും കാലും ഞാൻ നേരെ ഹീൽ ചെയ്തിട്ട് പോലും ഇല്ല. പിന്നെ നീ എന്തോർത്തിട്ടാണ് വീണ്ടും മെസ്സ് പറഞ്ഞത്? നിൻ്റെ തലയ്ക്ക് വല്ല അടിയും കൊണ്ടിട്ടുണ്ടോ? സത്യമാണ്, ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് ജൂഹി ഒരു ബി റാങ്ക് ഹീലർ ആയതുകൊണ്ട് മാത്രമാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു കഴിവിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. സോറി. ശരിക്കും നീ സോറി പറഞ്ഞാണോ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഒരു ട്രീറ്റ് ചെയ്താൽ മതി. നീ എന്നെ കൊണ്ട് എവിടെയെങ്കിലും ഫുഡ് വാങ്ങി തന്നാൽ മതി. അതെന്താ, നിനക്ക് എൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ലേ? അല്ല അങ്ങനെയല്ല. അത് ബോസിൻ്റെ റൂം ദേ ഇവിടെയാണ്. ഇങ്ങനെ ഒരു ഡോർ വെച്ചിട്ടുള്ള റൂം ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇതൊന്നും ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഈ പ്ലേസ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതെ, ഉണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വരെ വന്നിട്ട് വെറും കൈയോടെ തിരിച്ചു പോകാനാണോ? നമ്മളായിരിക്കും ഇതേപോലൊരു ഡഞ്ചനിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പോവാം. ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറും. മിസ്റ്റർ സോങ്ങിന് ഭയങ്കര അടിപൊളി സ്കിൽസൊക്കെയാണ്. പിന്നെ പുള്ളി ബാക്കി സിറാങ്ക് ഹണ്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്ട്രീമായിട്ടുള്ള ഒഫൻസീവ് സ്റ്റൈലാണെന്ന് മാത്രം. ആ മനുഷ്യൻ ഇപ്പോൾ 60 വയസ്സായില്ലായിരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ ഗിൽഡിൽ വർക്ക് ചെയ്യേണ്ട ആളാണ്. പിന്നെ നമ്മൾ പുള്ളിയെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരെ വന്നത്. അതുകൊണ്ട് നമ്മൾ അവസാനം വരെയും മിസ്റ്റർ സോങ്ങിനെ ഫോളോ ചെയ്യും. മിസ്റ്റർ സോങ് അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഓപ്പൺ ആയില്ലോ ഈ ഡോറ്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ അവരകത്ത് കയറുന്ന സമയത്ത് അവിടെ ഇരുന്ന എല്ലാ ആ ഒരു ടോർച്ചിനും ലൈറ്റ്സ് ഓൺ ആവുന്നു. അല്ലെങ്കിൽ ആ വിളക്കുകളെല്ലാം തെളിയുന്നു. ഈ ലൈറ്റ്സ് എല്ലാം കൊള്ളാമല്ലോ. ഞാൻ ഇതേപോലെ ഒരു ഡഞ്ചൻ ഇതിനു മുമ്പ് കണ്ടില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും അവിടെ ഇവിടെയെല്ലാം പോയി നോക്കാം. ഈ ഏരിയ ഒന്ന് സെർച്ച് ചെയ്യാം. ഇത് കണ്ടിട്ട് ഇവിടെ കുറേ കാലമായിട്ട് ആരും ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഈ സ്റ്റാച്യൂസൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേടില്ലേ? ഈ സ്റ്റാച്യു എല്ലാം എന്തോ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്റ്റാച്യൂസ് എല്ലാം എന്തൊക്കെയോ ഇൻസ്ട്രുമെൻസും കയ്യിലുണ്ടല്ലോ. ഇതിനെല്ലാം കൂടെ കണ്ടിട്ട് എന്തോ ഒരു ചെറിയ പേടി ഉള്ളിൽ തോന്നുന്നുണ്ട്. അത് നോക്കി, അത് ഭയങ്കര വലുതല്ലേ? അതായിരിക്കില്ലല്ലോ അല്ലേ ബോസ്? എനിക്ക് തോന്നുന്നില്ല. അത് വെറും സ്റ്റാച്യു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണല്ലോ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത്. ഇവിടെ മോൺസ്റ്ററിനെ പോലെ ഒന്നുമില്ല അല്ലേ? അതെ, ഈവൻ ഒരു ചെറുത് പോലും ഇല്ലല്ലോ. ബാക്കിൽ എന്തോ അനങ്ങുന്നൊരു സൗണ്ട്. മിസ്റ്റർ സോങ്ങിൻ്റെ കാലം എന്തിലോ തട്ടുന്നു. ഇതെന്താ ഇതൊരു മാജിക് സീലല്ലേ? മിസ്റ്റർ സോങ്, ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്തോ എഴുതി വെച്ചേക്കുന്നു. അതെന്താണെന്ന് നോക്കൂ. എല്ലാവരും ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ടിട്ടൊരു റൂയിനിക് ടെസ്റ്റ് പോലെയുണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കട്ടെ. കാർത്തിനോൻ ടെമ്പിൾസ് കമൻമെൻറ്റ്സ്. ആദ്യം ലോഡിനെ വർഷിപ്പ് ചെയ്യുക, പിന്നെ ലോഡിനെ പ്രൈസ് ചെയ്യുക. ജിൻവോ, ദേ അവിടെ ഒരു വലിയ സ്റ്റാച്ചു. മൂന്നാമത് നിങ്ങളുടെ ഫെയ്ത്ത് പ്രൂവ് ചെയ്യുക. ആ സ്റ്റാച്ചു നമ്മളെ തന്നെ നോക്കുന്ന പോലെ ഇല്ലേ? ആ സ്റ്റാച്ചുവിൻ്റെ കണ്ണ് അനങ്ങി നമ്മളെ നോക്കുന്ന പോലെ ഉണ്ട്. അത് നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, വെയിറ്റ്, എന്താ ഒരു ഫീലിങ്? ഭയങ്കര ക്വയറ്റ്. ഇതിനകത്തെ വായു ഭയങ്കര ഒരു ചില്ലി ഫീൽ ഉണ്ടല്ലോ, ഒരു തണുപ്പ് പോലെ ഉണ്ടല്ലോ. ഈ അമൻമെൻറ്റ്സ് ഫോളോ ചെയ്യാത്തവരാരും ഇവിടുന്ന് ജീവനോടെ പോകില്ല. ഇത് കേട്ടാലും പേടിച്ചിരിക്കുന്ന സമയത്ത് എന്താ ആ ഡോർ ക്ലോസ് ആയില്ലേ? നമ്മളിനി എന്ത് ചെയ്യും? നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഓരോ നോൺസെൻസ് വിളിച്ച് പറയാണ്. നമ്മളിവിടെ വന്നതേ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ്. ബോസോ ട്രഷേഴ്സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എടുത്തു. അതെല്ലാം ഗുഡ് ലക്ക്. നീ നിൻ്റെ കൈ ആ ഡോറിൻ്റെ ഹാൻഡിൽ വെക്കരുത്. അവൻ ആ ഡോറിൽ തൊട്ടതും അവിടെ നിന്ന സ്റ്റാച്ചു ഒരൊറ്റ വെട്ട്, 2 തുണ്ടം. ആ സാധനം അനങ്ങുമല്ലേ? നമ്മൾ ആ സാധനത്തിനോട് ഫൈറ്റ് ചെയ്യണമെന്നാണോ? വെയിറ്റ്. നീ അവിടോട്ട് നോക്കിയേ. അവരുടെ കണ്ണ്. അപ്പോൾ അത് റിയലി സത്യമായിരുന്നല്ലേ? അവിടെ എല്ലാവരും പേടിച്ച് നിൽക്കുന്നു. ജൂഹി ജിൻവോവും ആ ഒരു സ്റ്റാച്ചുവിനെ തന്നെ നോക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കുക?